ഹലോ ഫ്രണ്ട്സ്, മൈ ഫിഷ് അഗ്രേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊയ്ന കൾച്ചറിനെ പറ്റിയിട്ടാണ്. മൊയ്ന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഇതൊരു അത്യാവശ്യം നല്ല പോപ്പുലറായിട്ടുള്ള ലൈഫ് ഫുഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവാൻ സാധ്യതയുണ്ട് എന്താണ് മൊയ്ന എന്നുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡ് തന്നെയാണ് മൊയ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊയ്ന കൾച്ചറിനെ പറ്റിയിട്ടാണ്. മൊയ്ന കൾച്ചർ ഏത് തരത്തിലുള്ള വാട്ടർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നല്ലോണം പ്രൊഡക്ഷൻ കിട്ടുക, അപ്പോൾ ഏത് തരം വാട്ടർ ഉപയോഗിക്കണം, പിന്നെ നമുക്ക് മൊയ്നക്ക് എന്ത് ഫുഡ് കൊടുക്കണം, മൊയ്നക്ക് ഫുഡ് കൊടുത്താലാണ് അതിന് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ, പിന്നെ അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇന്ന് പലതരത്തിലുള്ള മൊയ്നകളുണ്ടല്ലോ, റെഡ് മൊയ്ന, സാധാ മൊയ്ന, അങ്ങനെ പലതരത്തിലുള്ള മൊയ്നകളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഹാർവെസ്റ്റ് ചെയ്ത് മീനുകൾക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 2 വാട്ടറിലാണ് ഇവിടെ കൾച്ചർ ചെയ്ത് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ എത്രത്തോളം ഏത് വാട്ടറിലാണ് നല്ലോണം ആകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ 2 വാട്ടർ എടുത്തിരിക്കുന്നത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൽഗെ വാട്ടറാണ്, അത് പച്ച കളറുള്ള വാട്ടറില്ലേ, അതാണ് ഒരു വാട്ടർ. പിന്നെ നമ്മുടെ സാധാ പ്ലെയിൻ വാട്ടറിൽ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന വാട്ടർ, അതാണ് ഈ 2 വാട്ടറാണ് ഇന്നിവിടെ നമ്മൾ കൾച്ചറായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൾച്ചർ ചെയ്യുന്ന 2 അക്യൂറിയങ്ങളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്യൂറിയം യൂസ് ചെയ്യുന്നത്. ഈ 2 അക്യൂറിയാണ് ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത് മൊയ്ന കൾച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണത്തിൽ ആൽഗെ വാട്ടറും ഒരെണ്ണത്തിൽ പ്ലെയിൻ വാട്ടറും നടക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങാം. നല്ല പച്ച കളർ വാട്ടറാണ്. ഇത് പച്ച കളർ വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം, അതായത് ആൽഗെ വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ആൽഗെ വാട്ടർ കണ്ടില്ല, നല്ല പച്ച കളറുണ്ട് വാട്ടർ. അപ്പോൾ ഈ ആൽഗെ വാട്ടർ, അതായത് പച്ച കളർ വെള്ളം നമുക്ക് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അഴുക്കുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ അത് മൊയ്നക്ക് പറ്റാതിരിക്കാം, അപ്പോൾ അങ്ങനെ മൊയ്ന ചത്തൊക്കെ പോകും. അതുകൊണ്ട് അരിച്ചൊഴിക്കാൻ നോക്കുക പരമാവധി. അക്യൂറിയത്തിൽ ഫുൾ ആൽഗെ വാട്ടർ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതിൽ പ്ലെയിൻ വാട്ടർ ഒഴിക്കണം. പിന്നെ നിങ്ങൾ കൾച്ചർ ചെയ്യുന്നത് ഇത് അക്യൂറിയത്ത് ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി മാത്രമാണ് അക്യൂറിയം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മിഠായികളുടെ ഡബ്ബകളിലോ, ഈ മിഠായികൾ മെൻഡോസ് അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഡബ്ബകളുണ്ടാവും, അല്ല ബേക്കറികളിലോ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ നിങ്ങളുടെ വീട് പെയിൻ്റ് അടിക്കുന്ന നേരത്ത് ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾക്ക് കൾച്ചർ ചെയ്യും. ഇത് നല്ല കറക്റ്റ് ഗ്രീൻ വാട്ടറാണിത്. ഇനി നമുക്ക് അടുത്ത അക്യൂറിയത്തിൽ പ്ലെയിൻ വാട്ടർ ഒഴിക്കാം. ഈ പ്ലെയിൻ വാട്ടറും അരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് കയറി പോന്നു കഴിഞ്ഞാൽ മൊയ്ന പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി അരിച്ചൊഴിക്കാൻ നോക്കുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല പരിപാടി എന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ 2 അക്യൂറിയത്തിലും ഒരെണ്ണത്തിൽ പ്ലെയിൻ വാട്ടറും ഒരെണ്ണത്തിൽ ആൽഗെ വാട്ടറും നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന അക്യൂറിയത്തിൽ നമ്മൾ പ്ലെയിൻ വാട്ടറും റൈറ്റ് സൈഡിൽ ആൽഗെ വാട്ടറുമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, നല്ല പച്ച കളറുകളാണ് ആൽഗെ വാട്ടർ, സാധാ പ്ലെയിൻ വാട്ടർ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ആൽഗെ വെള്ളത്തിലല്ല, നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ആൽഗെ വാട്ടറിൽ ഒന്നും ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മണി പോലത്തെ ഈസ്റ്റ് വാങ്ങിക്കാൻ നോക്കുക, തരി പോലത്തെ വാങ്ങിക്കരുത്. മണി പോലത്തെ ഈസ്റ്റാണ് നമ്മുടെ മൊയ്നക്ക് നല്ലത്. അപ്പോൾ പ്ലെയിൻ വാട്ടറിലെ മൊയ്നൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. ഇപ്പം നമ്മുടെ ഈസ്റ്റ് ഏകദേശം കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പ്ലെയിൻ വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നേരെ ഒഴിക്കരുത്, നമുക്ക് ഇതുപോലെ നമ്മുടെ അരിപ്പ കയ്യിൽ വെച്ച് ഒഴിക്കണം. ഇതുപോലെ വല്ല തോർത്തോ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അരിച്ചൊഴിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ ഒരു തരി പോലും അതിനകത്ത് ചാടാൻ പാടില്ല, ഈസ്റ്റ് വെള്ളം മാത്രമേ ചാടാൻ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അരിച്ചൊഴിക്കാൻ നോക്കുക. ഇപ്പം നമ്മൾ എടുത്തേക്കണ ഈസ്റ്റ് കുറച്ച് പോരാ. എന്ന് വെച്ചാൽ ഈസ്റ്റ് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ കളറ് ഏകദേശം ഒരു വൈറ്റിഷ് കളറായിട്ട് വരണം. വൈറ്റിഷ് കളറാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈസ്റ്റ് അത്യാവശ്യത്തിനായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഏകദേശം ഒരു വൈറ്റിഷ് കളറാകുന്നത് വരെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇതുപോലെ അരിപ്പ കയ്യിൽ വല്ല തുണിയോ തോർത്ത് വെച്ചിട്ട് അരിച്ചൊഴിക്കുക. ഒരു തരി പോലും ഈസ്റ്റിനകത്തേക്ക് വീഴരുത്, ഈസ്റ്റിൻ്റെ വെള്ളം മാത്രമേ വീഴാൻ പാടുള്ളൂ. ഇനി നമ്മുടെ ആൽഗെ വാട്ടറിലെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ച കളർ തന്നെയാണ് അതിൻ്റെ ഫുഡ്. അപ്പോൾ നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ ഈസ്റ്റും നമ്മുടെ ആൽഗെ വാട്ടറിൽ അതിൻ്റെ പച്ച കളറും, അതായത് ആൽഗെ തന്നെയാണ് ഈ നമ്മുടെ മൊയ്നകൾ ഫുഡായിട്ട് ഫീഡ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ പ്ലെയിൻ വാട്ടർ എന്ന് പറയുന്നത് വൈറ്റിഷ് കളറായിട്ടുണ്ട്. ഈസ്റ്റ് ഇട്ട് മതിയാവും. ഇനി നമുക്ക് മൊയ്നേനെ ഇട്ട് കൊടുക്കണം, അതായത് സ്റ്റാർട്ടർ കൾച്ചറായിട്ട് മൊയ്നേനെ നമ്മുടെ അക്യൂറിയങ്ങളിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് മൊയ്ന കൾച്ചർ ചെയ്യാണ്ട് കുറച്ച് മൊയ്നകൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. നമുക്ക് ഇവിടെ ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും.
ഞാനിവിടെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ കൾച്ചർ ചെയ്ത മൊയിനെ തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കണതാണ്. എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം മൊയിനെ. ഇപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പം ഇതാണ് മൊയിന. ഇത് ഹൈബ്രിഡ് മൊയിനാണ്. ഹൈബ്രിഡ് മൊയിനൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നല്ലോണം സ്പ്രെഡാവും ഹൈബ്രിഡ് മൊയിന. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഗ്ലാസ്സിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് കുറച്ചെടുത്ത്. ഇത് നമുക്ക് നമ്മുടെ അക്വേറിയങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് കലക്കിയ വെള്ളത്തിലേക്ക് ആ മൊയിനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ പ്ലെയിൻ വാട്ടർ കാര്യത്തിൽ പരമാവധി കിണറ്റിലെ വാട്ടറിനെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ആൽഗ വാട്ടർ നിറച്ച അക്വേറിയത്തിലേക്ക് നമുക്ക് മൊയിനെ ഇടാനായിട്ട് കുറച്ച് മൊയിനെ എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കൾച്ചർ ചെയ്ത മൊയിനെ തന്നെയാണ് എടുക്കുന്നത്. നേരത്തെ ഞാൻ കൾച്ചർ ചെയ്ത് ആ കുപ്പിയൊന്നും കണ്ടില്ലേ, അതുപോലത്തെ മിഠായിയുള്ള കുപ്പികളാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമ്പോൾ നടുക്കിൽ കിടക്കുന്നതാണ് മൊയിന എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ ആൽഗ വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കിണർ വെള്ളം തന്നെ ഉപയോഗിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം പൈപ്പിലൊക്കെ വന്ന വെള്ളത്തിൽ ക്ലോറിനെ കലക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലോറിൻ നമ്മുടെ മീനുകൾക്ക് അത് കൊള്ളില്ല. മീനുകൾക്ക് മാത്രമല്ല, മീനുകളും ചത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ആ വെള്ളം എടുക്കാതിരിക്കാൻ നോക്കുക. ഇനി ആ കുടിവെള്ള പൈപ്പിൽ വെള്ളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് കുറച്ച് ദിവസം ഒരാഴ്ച ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിനേശം ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കൾച്ചറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഇതുപോലെ തന്നെ കോട്ടൻ്റെ തുണിയാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം എയറൊക്കെ പാസ് ചെയ്യും. അതുകൊണ്ട് കോട്ടൻ്റെ തുണിയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല ഇഴയടപ്പുള്ള തോർത്ത് കുറച്ച് മൂടുക. പരമാവധി നല്ലോണം മൂടാൻ നോക്കുക. അതിനകത്തെങ്ങാനും കൊതുകെങ്ങാനും കയറി കഴിഞ്ഞാൽ പിന്നെ മൊയിനേനെ നോക്കേണ്ടത് നമുക്ക് കൊതുകിൻ്റെ ലാർവേനെ പിടിച്ച് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗ വാട്ടറിൽ നിറച്ച് മൊയിനാണ്. നിറച്ച് മൊയിന അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് എടുത്ത് കാണിക്കേണ്ട, അല്ലാതെ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടില്ല, ആ പോകുന്നതൊക്കെ മൊയിനാണ്. ഇഷ്ടംപോലെ മൊയിനുണ്ട് ആൽഗ വാട്ടറിൽ. ഇത് 3ാമത്തെ ദിവസമാണെന്ന് വിചാരിക്കണം. ഇത് ഹൈബ്രിഡ് മൊയിന ആയതുകൊണ്ട് ഇത്ര പെട്ടെന്ന് പെരുകാൻ കാരണം. സാധാ മൊയിനുകളാണ് ഇത്ര പെട്ടെന്ന് അങ്ങനെ ആവാൻ സാധ്യതയില്ല. മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും ക്ലിയർ ആയിട്ട് ആവാനായിട്ട്. ഇതിപ്പോൾ 3 ദിവസം കൊണ്ടാണ് ഇത്ര ആയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇത് ഹൈബ്രിഡ് മൊയിനയാണ്. പിന്നെ അത് തന്നെയല്ല, ആൽഗ വാട്ടറാണ്. ഈ ആൽഗ വാട്ടർ സൂപ്പർ നല്ലൊരു ഫുഡാണ് മൊയിനുകൾക്ക് ആൽഗ വാട്ടർ. ഇനി നമ്മുടെ ഈസ്റ്റ് കലക്കിയ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഈസ്റ്റ് കലക്കിയ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ, ഈസ്റ്റ് കലക്കിയ വെള്ളം ഉപയോഗിച്ച് കൾച്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു ശോകമുഖമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഈസ്റ്റ് കലക്കിയ വെള്ളത്തിൽ കുറച്ചുള്ളൂ നമ്മുടെ ആൽഗ വെള്ളത്തിലുള്ള അത്രയൊന്നും മൊയിനെ ഇതിനകത്ത് പ്രൊഡക്ഷൻ ആയിട്ടില്ല. ഇത് കുറച്ചുള്ളതുകൊണ്ട് ക്ലിയർ കാണാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം, ഏറ്റവും നല്ലത് ആൽഗ വാട്ടർ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നാച്ചുറലായിട്ടുള്ള ഫുഡാണ് ആൽഗ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതുകൊണ്ട് മൊയിനുകൾക്ക് പെട്ടെന്ന് നല്ലോണം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. ഈ മൊയിനുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഗപ്പി ഫ്രൈസിനും, അതായത് മീനുകൾക്കെല്ലാം ആൽഗ വാട്ടർ നല്ലതാണ്. ഈ ഗപ്പി ഫ്രൈസിനൊക്കെ ആൽഗ വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വലുതാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊയിന കൾച്ചർ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ആൽഗ വാട്ടറാണ്. ഇതിപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. നമുക്ക് 3 ദിവസം കൊണ്ടൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ഏകദേശം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരാഴ്ച മിനിമം വെച്ചിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് ഫീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 3 ദിവസം കൊണ്ടുള്ള പ്രൊഡക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആൽഗ വാട്ടർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ മൊയിനുകൾക്ക് ഫീഡ് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഹാർവെസ്റ്റ് ചെയ്ത്, അതായത് മൊയിനുകൾ എടുത്ത് വരുമ്പോൾ ഇതിൻ്റെ പച്ച കളർ കുറയും, അതായത് ആൽഗേൻ്റെ കളർ കുറയും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആൽഗ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഈസ്റ്റ് കലക്കിയ വെള്ളത്തിന് എങ്ങനെയാണ് മീനൊക്കെ ഫീഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ വൈറ്റിഷ് കളർ കുറയും. നമ്മൾ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ വൈറ്റിഷ് കളർ കുറയും. നമ്മൾ നേരത്തെ നല്ലോണം വൈറ്റിഷ് കളറായിട്ടാണല്ലോ നമ്മൾ മീനിന് ഇട്ടത്, ഈസ്റ്റിൻ്റെ വൈറ്റ് കളർ. അതപ്പോൾ ഈസ്റ്റിൻ്റെ വൈറ്റിഷ് കളർ കുറയുമ്പോൾ ഒന്നുകൂടി ഈസ്റ്റ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈസ്റ്റിൻ്റെ ഒരു തരി പോലും അതിനകത്ത് വീഴാതെ നോക്കുക. ഒരു തരി എങ്ങാനും വീണ് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ആകെ ഇതായി പോകും. അതുകൊണ്ട് പരമാവധി ഒരു തരി പോലും വീഴാതെ ഈസ്റ്റിൻ്റെ കലങ്ങിയ വെള്ളം മാത്രം ഒഴിക്കാൻ പരമാവധി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് മൊയിന കൾച്ചറിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏത് വാട്ടർ ഉപയോഗിക്കണം, ഏതൊക്കെ ഫീഡ് കൊടുക്കാം, ഇപ്പോൾ എത്ര നാൾ കഴിയുമ്പോൾ ഉണ്ടാവും, എത്ര നാൾ കഴിയുമ്പോൾ ഫീഡ് ചെയ്യാൻ കൊടുക്കാം എന്നുള്ളൊരു ചെറിയൊരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും ഇതിനോടുള്ള താല്പര്യമുള്ള ആളുകളൊക്കെയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ
എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാതെ ഫിഷിനെ പറ്റിയുള്ള എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടി കിട്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു നോളജ് ഫിഷിനെ പറ്റി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയണ മാത്രമായിരിക്കില്ല, ഇനിയും അതിനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതും അപ്പോൾ അപ്പുറത്തെ ചാനലിൽ നിന്ന് ഇതിനേക്കാളും ഇതിൻ്റെ തന്നെ വേറൊരു കാര്യങ്ങൾ കിട്ടുമ്പോൾ കുറച്ചുകൂടി അറിവ് നിങ്ങൾക്ക് നോളജ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാ നിങ്ങൾ ഫിഷ് പ്രേമികളൊക്കെ ആണെങ്കിൽ പരമാവധി എല്ലാ ഓർണമെൻ്റ് ഫിഷിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല നോളജ് കിട്ടും. അപ്പോൾ ഇവരുടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.